ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മിനി സാജൻ. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴ സെൻറ്റ് ജെയിംസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ മാസം 11-ാം തീയതിയാണ്. കൃപാസനത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടൊന്നുമല്ല ഞാനിവിടെ വന്നത്. ഒക്ടോബർ മാസം 11-ാം തീയതി 10-ാം തീയതിയാണ് ഞാനിവിടെ വരാനായി ആഗ്രഹിച്ചു. അന്ന് തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടമ്പടി നിയോഗങ്ങൾ 6 നിയോഗങ്ങൾ എഴുതി. അതിലാദ്യമായി ഞാൻ എഴുതിയത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിൻ്റെ നടുവേദനയുടെ കാര്യമായിരുന്നു എഴുതിയിരുന്നത്. ഞങ്ങൾ 9 വർഷമായിട്ട് നടുവേദന സ്ഥിരമായിട്ടുണ്ടായിരുന്നു. പുള്ളി ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 22 വർഷം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ വന്ന ഉടമ്പടി തൈലം ഞങ്ങൾ വൈകിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒക്ടോബർ മാസം തന്നെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ മാസം തന്നെ ഞങ്ങളുടെ ആ നടുവേദന മാറിക്കിട്ടി. പല ഡോക്ടേഴ്സിനെയും കാണുവാനും അത് നടുവിൻ്റെ ഡിസ്കിൻ്റെ ഇടയിൽ ഞരമ്പ് കയറി അത് ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അല്ലാതെ അത് മാറുകയില്ല എന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. പല ആയുർവേദ വൈദ്യന്മാരെയും കാണിച്ചു. അവരെ തിരുമുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ 2-3 ആഴ്ചകളോടെ അഡ്മിറ്റ് ചെയ്തു തിരുമുകയും ചെയ്തു. ഈ കൃപാസന മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വിശ്വാസത്തോടുകൂടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വേദന അന്ന് മുതൽ ഇന്ന് വരെയും പിന്നീട് അനുഭവം ഉണ്ടായിട്ടില്ല. അടുത്തതായി എനിക്കുള്ളായിരുന്ന നിയോഗം, എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് ജോലി ചെയ്യുകയായിരുന്നു. ഈ നടുവേദന കാരണമാണ് തിരിച്ചു വരാനിട വന്നത്. 2021 ഡിസംബർ മാസത്തിലാണ് തിരിച്ച് നാട്ടിൽ വരുന്നത്. റിസൈൻ ചെയ്ത് വന്നപ്പോൾ അവിടെ കൊറോണ കഴിഞ്ഞതിൽ പിന്നെ യാതൊരു ബെനിഫിറ്റും കമ്പനി കൊടുക്കുന്നില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾക്കും സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ ആ നിയോഗം ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അതിനെതിരായിട്ട് ഇവരെ കേസ് കൊടുക്കുകയും കുവൈറ്റിൽ തന്നെ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുകയും വക്കീലിനെ കണ്ട് വേറൊരു കൂട്ടുകാരൻ്റെ പേരിൽ ആ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് നാട്ടിൽ വന്നത്. അതിനുശേഷം കറക്റ്റ് 1 വർഷം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് മാതാവ് ആ പൈസയുടെ ബെനിഫിറ്റെല്ലാം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ സമർപ്പിച്ച് കൊടുക്കുകയും ചെയ്തു. അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. ഒരു പൈസ പോലും ആരോടും കടം വാങ്ങിക്കേണ്ടതായിട്ടോ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാനിട വന്നിട്ടില്ല. എല്ലാം തക്ക സമയത്ത് മാതാവ് ഞങ്ങൾക്ക് നടത്തി തരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്കൊക്കെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം ഉടമ്പടി എടുത്തു. നവംബർ മാസം മുതൽ പൂർണ്ണമായി ഇന്ന് വരെ അത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും 2013 ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും വണ്ടി ഓടിക്കാൻ പഠിക്കാനും വേണ്ടി ഡ്രൈവിങ്ങിന് വേണ്ടി പോയി. എനിക്ക് ലൈസൻസ് കിട്ടി, പുള്ളി കിട്ടിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ പ്രാവശ്യവും ലീവിന് വരുന്ന സമയത്ത് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പോകുമായിരുന്നു, കിട്ടിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം 2024 ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി പോവുകയും അമ്മ മാതാവിൻ്റെ കാശുരൂപവും വെഞ്ചരിച്ച തൈലവും ഉപ്പും എല്ലാം പുരട്ടി പ്രാർത്ഥിച്ച് ലൈസൻസിന് വേണ്ടി പോയി. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ പാസ്സാകുകയും അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ഞങ്ങൾക്ക് തരികയും ചെയ്തു. രാവിലെയും വൈകിട്ടും ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥന മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുന്നു. ജപമാല പ്രാർത്ഥനകളിലും അരമണിക്കൂർ ബൈബിൾ വായിക്കുക, അരമണിക്കൂർ കൂടുതൽ വായിക്കുക. ഞങ്ങൾ 2 പേരും വായിക്കുന്നുണ്ട്. മക്കളും അത് തന്നെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ എല്ലാ മാസവും അനാഥാലയം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ പൊതിച്ചോറ് കൊടുക്കുകയും പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായ സഹായങ്ങൾ നൽകി അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു. വീട്ടിൽ ആര് സഹായം ചോദിച്ചു വന്നാലും അവർക്ക് ഭക്ഷണമായാലും സാമ്പത്തികമായ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. കൃപാസനം പത്രം ഞാൻ വീടുകൾ തോറും കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് കൊടുക്കുന്നു. മറ്റ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ദിവസം വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ നല്ല നെഞ്ചുവേദന ഉണ്ടായി. ആ നെഞ്ചുവേദനയുടെ സമയത്ത് ഞാൻ എന്നും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയും ആ സമയം ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്രകാരം പറയുന്നു: വിശുദ്ധ പൗലോസിന് സഹായിക്കുവാനാരുമില്ല, ഭക്ഷണം സമയത്ത് കൊടുക്കുവാനാരുമില്ല. അത് കാരണം ഭയങ്കരമായ ഗ്യാസിൻ്റെ പ്രോബ്ലമാണ്. അങ്ങനെ പറയുന്നതായിട്ടൊരു ടോക്ക് ഞാൻ കേട്ടു. ആ സമയം ഞാനും പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ
മാതാവേ എൻ്റെ ഈ നെഞ്ചിൻ്റെ വേദന മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ആ വേദന പെട്ടെന്ന് തന്നെ ആ സമയം തന്നെ മാറ്റി തരികയും ചെയ്തു. ഇത്രയും എനിക്ക് ഞങ്ങൾക്ക് ഉടമ്പടിയിൽ വെച്ചതും വയ്ക്കാത്തതുമായ അനേക നിയോഗങ്ങളും കാര്യങ്ങളും ഒത്തിരി അത്ഭുതകരമായിട്ട് അമ്മ മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനി അനുഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ചെയ്യുന്നു. ഇത്രയും ഈ അൾത്താരയിൽ കയറി നിന്ന് ഇത്രയും സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 8 വർഷമായിട്ട് നടുവേദനയായിരുന്നു. ഞാൻ അവധി കഴിഞ്ഞ് ഇവിടെ വന്ന് പന്തളം NSS ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ല. പിന്നെ അലോപ്പതി പോയി. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിൽ കമ്പത്ത് തിരുമ്മിക്കാൻ പോയി. അതിൽ ശരിയായിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ തൈലം പുരട്ടി അതിലാണ് മാറിയത്. പ്രാർത്ഥിച്ച് മാറി. പിന്നെ പൈസ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. എന്നാലും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പൈസയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. 1 തെസ്സലോനിക്ക 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. മിനി സാജൻ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ കുടുംബത്തിന് ലഭിച്ച സവിശേഷമായ ദൈവാനുഗ്രഹങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും പരിശുദ്ധ കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്കുണ്ടായ വർഷങ്ങളുള്ള ശക്തമായ നടുവുവേദന, പല മരുന്നുകൾ പല ഡോക്ടർമാരാൽ പരീക്ഷിച്ചിട്ടും ഒന്നും പരിഹാരമില്ലാതെ വേദന കൂടി ആകെ കലശലായ സമയത്താണ് അത്ര കണ്ട് വിശ്വാസമൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടിയും അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുവാനായി എത്തിച്ചേരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിച്ചു തുടങ്ങി. അമ്മ മാതാവിൻ്റെ തൈലം ഭർത്താവിന് കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ആ വേദന പതിയെ കുറഞ്ഞ് പൂർണ്ണമായി മാറുമ്പോഴാണ് അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്ന പരിശുദ്ധ അമ്മയിലുള്ള സവിശേഷമായ സംരക്ഷണവും വിശ്വാസവും കുടുംബത്തിന് ലഭിക്കുന്നത്. പിന്നീട് ഉടമ്പടി സംരക്ഷണമാണ് ശരിക്കും അനുഭവിച്ചത്. ഏതൊരു കാര്യം ജീവിതത്തിൽ പ്രതിസന്ധിയായി വരുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക, അത് അത്രനാളും നടത്തിയ വഴികളിൽ അത്രനാളും പരിശ്രമിച്ച രീതികളിൽ പരാജയപ്പെടുന്നതൊക്കെയും അമ്മ മാതാവ് വളരെ നിസ്സാരമായി ഭാരങ്ങളൊക്കെ ലഘൂകരിച്ച് കൊടുത്ത് കുടുംബത്തിന് അനുവദിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അതിൽ സഹോദരൻ പങ്കുവച്ചതാണ്, വിദേശത്തുനിന്ന് ജോലി റിസൈൻ ചെയ്ത് പോയപ്പോൾ ലഭിക്കേണ്ടിയിരുന്ന പണമൊന്നും ലഭിച്ചിരുന്നില്ല. പലവഴിക്കും പരിശ്രമിച്ചു, കിട്ടിയിരുന്നില്ല. കിട്ടത്തില്ലെന്ന് കൂട്ടുകാർ പറയുകയും ചെയ്തു. അമ്മയുടെ നിയോഗത്തിൽ അത് എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു തടസ്സമോ യാതൊരു തരത്തിലുള്ള ക്ലേശമോ ഇല്ലാതെ അത് പൂർണ്ണമായും ലഭിക്കുന്നതിന് അവസരമൊരുക്കി കിട്ടി. അതിനെയാണ് നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന്, ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റിന് പോകുമ്പോൾ സഹോദരിക്ക് ലൈസൻസ് കിട്ടി, സഹോദരന് കിട്ടിയില്ല. അതും ഇതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അതിൻ്റെ ക്ലേശങ്ങൾ മാറ്റി ഭാരങ്ങൾ ലഘൂകരിച്ച് അത് അനുവദിച്ച് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ലഭിച്ചതിനെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി പറയുന്നുണ്ട്, ഏതൊരു ജീവിത പ്രതിസന്ധിയും വിഷയം വരുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മ സംരക്ഷിക്കുന്നു, വഴി നടത്തുന്നു. ജീവിത വിഷയങ്ങളെല്ലാം പരിഹരിച്ച് കൂടുതൽ സമാധാനത്തിൽ, കൂടുതൽ ദൈവവിശ്വാസത്തിൽ, കൂടുതൽ പ്രത്യാശയോടുകൂടി ഓരോ ദിവസവും ജീവിക്കുവാൻ കരുത്ത് പകരുകയും ചെയ്യുന്നുവെന്ന. പ്രിയമുള്ളവരെ, പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കൈമാറുന്ന ആദ്യത്തെ അനുഗ്രഹം അത് ദൈവിക സംരക്ഷണമാണ്. ഏതാപത്തിലും ഏത് പ്രതിസന്ധിയിലും ഏതില്ലായ്മയിലും ഏത് സങ്കടത്തിലും കൂടെ ഞാനുണ്ടെന്ന് പറയുന്ന ഒരു ദൈവിക സംരക്ഷണത്തെ നന്നായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തത്, നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണോ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ഏത് ജീവിത വിഷയത്തെയും പരിഹരിച്ച് മാറ്റിത്തരുന്നത് അത്ഭുതകരമായി നമുക്ക് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് ഉടമ്പടി വാഗ്ദാനങ്ങളുടെ പ്രാപിക്കലാണ്. ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഉടമ്പടിയിൽ നമുക്കത് അനുഗ്രഹമായി തീരുന്ന ഒരു മരുന്ന് നമുക്ക് കാണാനാവും. അതുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.